വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫിറ്റ്. ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ നിയറസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ആ ബ്ലെസ്സിങ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് എനർജിയാണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. ടാരോ ട്രീഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ ഈ വരുന്ന ജൂലൈ 17 41 ഡേയ്സ് ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമിന്റെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. Nine of Cups, Two of Swords, Empress, Queen of Cups, Page of Pentacles, Tower, Ten of Wands, Nine of Wands, Devil, Nine of Pentacles, bottom of the deck, Seven of Swords. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഈ ഒരു സ്പ്രെഡിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് വരുന്ന മെയിൻ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നയൻ ഓഫ് പെൻറ്റക്കിൾസും എംപ്രസ് കാർഡും. ഈ കാർഡ്സിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കാർഡ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നയൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സോള് മെയിനായിട്ട് ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് വരുന്നതെന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം, അതുപോലെ എല്ലാറ്റിൽ നിന്നുമുള്ള ഒരു ഫ്രീഡത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫ്രീഡം എന്ന് പറയുമ്പോൾ സോള് ഫ്രീ സോൾ ആവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് നഷ്ടങ്ങളായിട്ട് തോന്നുന്നൊരു കാര്യം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കതൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറും. അതായത് ഈ നഷ്ടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയെന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കും. പക്ഷേ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ തുടങ്ങും ആ ഒരു നഷ്ടം അവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വന്നതെന്നുള്ളത്. കാരണം ആ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടണം. ആ ഒരു സ്പേസിലാണ് ഈ ഒരു ബ്ലെസ്സിങ് വരേണ്ടത്. കാരണം ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ സ്പേസ് ഇല്ല മീൻസ് ഇവിടെ നൈൻ ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ബോഡിയും മനസ്സും ഒക്കെ ഓവർ ബേർഡൻ ആയിട്ടാണ് ഉള്ളത്. ഓവർ ബേർഡൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ചുമന്നിട്ട് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയിൽ ഭയങ്കര ഓവർലോഡായിട്ടുള്ള നെഗറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് റിലീസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഓവർ ബേർഡൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെടണം. അതായത് എവിടെയാണോ നിങ്ങൾ കൂടുതൽ എനർജി കൊടുക്കുന്നത്, നിങ്ങൾക്ക് എവിടെയാണോ ടെൻഷൻ കൂടുതലുള്ളത്, മേ ബി അതൊരു വ്യക്തിൻ്റെ അടുത്തായിരിക്കാം, ചില ഒബ്സഷൻ, ചില അഡിക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ബാഡ് ആയിട്ടുള്ള ശീലമായിരിക്കാം. അപ്പം അങ്ങനെ എന്തോ ഒന്ന്, അതാണ് ഇവരെ ഡബിൾ കാർഡ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ കഴിഞ്ഞുപോയ ഇൻസിഡൻറ്റിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഫിയേഴ്സ് ആയിരിക്കാം. അപ്പം ഇങ്ങനെ വരുന്ന ഭയമൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നിങ്ങളുടെ എനർജി ഭയങ്കര ഒരു ഓവർലോഡായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ വരാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഈ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും എടുത്തു കളഞ്ഞിട്ട്. പല കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടാത്ത കാര്യങ്ങളാണ് എടുത്തു കളയുന്നത്. നിങ്ങളുടെ ലൈഫിൽ വേണ്ടുന്ന കാര്യങ്ങളല്ല എടുത്തു കളയുന്നത്. നിങ്ങൾക്ക് ഹയർ ഗുഡിനല്ലാത്ത കാര്യങ്ങൾ എടുത്തു കളഞ്ഞിട്ട് പുതിയൊരു കാര്യത്തെ കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലെസ്സിങ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സ്പേസ് വേണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ ഡബിൾ കാർഡ് വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു അടിമത്തം പോലുള്ള കാര്യം, ആരുടെ അടുത്തെങ്കിലും നിങ്ങൾ ഒരു അടിമത്ത മനോഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങളെ മാറ്റും. ഈ മാറ്റുന്നത് നിങ്ങൾക്ക് സ്പേസ്, നിങ്ങളുടെ ഉള്ളിൽ സ്പേസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആ സ്പേസ് വന്നാൽ മാത്രമേ ഈ എംപ്രസ് എനർജി ഇവിടെ വരും. അതായത് എംപ്രസ് എന്ന് പറയുന്ന കാർഡാണ് മറ്റൊരു കാർഡ്. ഈ നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫ്രീഡത്തിലേക്കാണ് വരുന്നത് എന്നുള്ളത്. മീൻസ് നയൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് വരേണ്ട ഒരു എനർജിയാണ് ഉള്ളത്. ഒരു ഇൻഡിപെൻഡൻറ്റ് സോളാണ്, ഫ്രീ സോളാണ്. അപ്പോൾ ആ ഫ്രീ സോൾ എന്നുള്ള ഇതിൽ നിങ്ങൾ ഫ്രീ ആയിട്ടില്ല ഇതുവരെ. എപ്പോഴും നിങ്ങളിങ്ങനെ ഭാരങ്ങളൊക്കെ ചുമന്ന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് പിന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വന്തം ഇഷ്ടങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല.
അതായത് നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷേ മറ്റുള്ളവർ എതിർക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾക്ക് അതിലോട്ടേക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം അതൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെ മാറ്റി വെച്ച കാര്യങ്ങൾ ഈ ഒരു എംപ്രസ് എനർജീൻ്റെ ഇത് അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഈ എംപ്രസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവ് പവറാണ്, നിങ്ങളുടെ ഫെമിനൈൻ സൈഡിനെയാണ് കാണിക്കുന്നത്. അതായത് ഡിവൈൻ ഫെമിനൈൻ, വോണ്ടഡ് ഫെമിനൈൻ അല്ല. അപ്പോൾ ഈ ഫെമിനൈൻ എനർജി നിങ്ങളിൽ അവേക്കണിങ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം കണ്ടെത്താൻ പറ്റും, എന്തിലാണ് നിങ്ങൾ കണക്റ്റ് ആവേണ്ടതെന്നുള്ളത്. കാരണം അത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി അവേക്കണിങ് ഉണ്ടാവൂ. ഈ ക്രിയേറ്റീവ് എനർജി അവേക്കണിങ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് അതിൽ വിജയിക്കാൻ പറ്റും. അതിനെയാണ് ഇവിടെ 9 ഓഫ് കപ്സ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ കുറേ കാലത്തായിട്ടുള്ള ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. നിങ്ങൾ ഒരുപാട് എന്തെങ്കിലുമൊക്കെ കാര്യത്തെക്കുറിച്ചിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകും. ചെറുപ്പം മുതലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്നത് നേടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാകും. അത് ഇവിടെ ഫുൾഫിൽമെൻ്റ് എന്നുള്ളൊരു എനർജിയാണ് വരുന്നത്. അതായത് വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്ന ഒരു എനർജിയാണ് വരുന്നത്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്. അത് മേ ബി പണമായിരിക്കാം, ജോലിയായിരിക്കാം, ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ജീവിത ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. കുറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സ് പറയുന്നുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ അഡിക്ഷൻ, ഒബ്സഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റേണ്ടി വരും. അത് എടുത്തു മാറ്റിയില്ലെങ്കിൽ തന്നെ യൂണിവേഴ്സ് തന്നെ നിങ്ങളിൽ നിന്ന് അത് എടുത്തു മാറ്റും. അതിനുള്ള സിറ്റുവേഷനൊക്കെ യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നെടുക്കുന്ന അത് എടുത്തു മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ആകും. ഇത്രകാലം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഭയങ്കര ഓവർ ബേർഡനും അതുപോലെ ഹെവി ആയിട്ടുള്ള എനർജിയാണ്. പുതിയ ഒന്നിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇല്ല. അപ്പോൾ ഈ സ്പേസ് അവിടെ ക്രിയേറ്റ് ആകും. അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണക്റ്റ് ആവാൻ പോകുന്നത് ഈ എംപ്രസ് എനർജിയിലേക്കാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റീവ് എനർജിയിലേക്ക്. അപ്പോൾ ഈ ക്രിയേറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന എന്തും നിങ്ങളുടെ സക്സസ് ആയിരിക്കും. എന്താണോ നിങ്ങൾ തൊടുന്നത് അത് നിങ്ങളുടെ സക്സസ്സിലേക്ക് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് ഫ്രീഡം. ഫിനാൻഷ്യലി നിങ്ങൾ ഫ്രീഡത്തിലേക്ക് വരുന്നുണ്ട്. ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും നിങ്ങൾക്കത് ഫ്രീഡത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്. അതായത് നിങ്ങളുടെ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നിങ്ങളൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വരുന്ന, എല്ലാ കാര്യത്തിലും ഫ്രീഡത്തിലേക്ക് വരുന്ന, അതുപോലെ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം കൂടിയാണ് കാണിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തൊരു നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് 9 ഓഫ് സോഴ്സിൻ്റെ എനർജിയും അതുപോലെ 10 ഓഫ് വോൺസിൻ്റെ എനർജിയും. അതായത് ഞാൻ പറഞ്ഞു ഓവർ ബേർഡൻ ആണ് എന്നുള്ളത്. അതുപോലെ 9 ഓഫ് സോഴ്സ്. ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, രണ്ട് കാര്യങ്ങൾ മുന്നിലുണ്ടാവും. അപ്പോൾ ഇതിലേത് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും. എപ്പോഴും ഡബിൾ മൈൻഡഡ് ആയിട്ടാണ് ഉണ്ടാവുക. അത് ചില വ്യക്തികൾ ചൂസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജോലി ഏത് ഒരു 2 ഓപ്ഷൻ വന്നു അതിൽ ചൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ പല കാര്യത്തിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നുണ്ട്. ഒരുപാട് ക്ലാരിറ്റി വന്ന ആൾക്കാരെയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം അതിന് താഴെയായിട്ട് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ആൾക്കാരെ കാണിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ വന്നിട്ടുണ്ട്, 9 ഓഫ് വോൺസിൻ്റെ വന്നിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങളിൽ ഇങ്ങനെ ഒന്നിൽ മാത്രം സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ഇതിലാണ് കാണിക്കുന്നത്. ചുറ്റിലും കുറേ തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ക്ലാരിറ്റി വന്ന ആൾക്കാരെയാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈനുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാരിറ്റി വന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിൻ്റെ. അതുപോലെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങൾ നട്ട് വളർത്തിയ വിത്ത് മുളച്ചു വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ഫലം കൊയ്യേണ്ട ഒരു സമയമായി. നിങ്ങൾ എന്തിനെങ്കിലും ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വെച്ച് ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് വരേണ്ട ഒരു സമയം അടുത്തിരിക്കുന്നു. അതും നിങ്ങൾക്ക് വരുന്നൊരു ബ്ലെസ്സിങ് ആണ്. പിന്നെ 7 ഓഫ് സോഴ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഈ 7 ഓഫ് സോഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇത് നിങ്ങൾക്കുള്ള ഹിഡൻ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ആരെയും അന്ധമായി വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഒരു ഹിഡൻ ആയിട്ട് എന്തോ ഒരു എനർജി ഉണ്ട്. അത് ആരെയും അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സ്വകാര്യത നിങ്ങളിൽ മാത്രം ഒതുങ്ങുക. ഒരുപാട് ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ അടുത്ത ആൾക്കാരോട് മാത്രമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതായത് ആ ഒരു വ്യക്തി നല്ലതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.
എല്ലാവരും നല്ലത് തന്നെയാണ്, പക്ഷെ നമ്മുടെ അസംഷൻ അനുസരിച്ചാണ് ചില ആൾക്കാർക്ക് നമ്മളോടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളത് ഹൈഡായിട്ട് വെക്കണം. നിങ്ങളുടെ സ്വകാര്യത മാത്രമായിരിക്കണം, അത് പബ്ലിക്കായിട്ട് പോകാൻ പാടില്ല. എല്ലാ കാര്യവും എല്ലാവരോടും ഷെയർ ചെയ്യേണ്ട യാതൊരു ആവശ്യവും കാണിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാനോ ചെയ്യാനോ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കാലത്തേക്ക് ആരോടും പറയണ്ട. നിങ്ങൾ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഒരു ഹിഡൻ എനർജി ഉണ്ട് നിങ്ങളുടെ ഒരു നെഗറ്റീവായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് പുറത്തോട്ടേക്ക് ഇത് പോകാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ നിങ്ങളുടെ എനർജി ലീക്കേജിനെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ എനർജി നന്നായിട്ട് തന്നെ പുറത്ത് ലീക്ക് ആവുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചുറ്റിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി വാമ്പയേഴ്സ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിലധികം നോക്കി സംസാരിക്കാതിരിക്കുക. കണ്ണിൽ നോക്കി സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി അവിടെ പോകുന്നുണ്ട്. ഇത് കുറച്ച് കാലത്തേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു സമയത്താണ് ഈ ഒരു എനർജി വന്നിട്ടുള്ളത്, അതായത് എനർജി ലീക്കേജ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് കുറച്ച് എനർജി സേവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് മെയിനായിട്ട് വന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ബ്ലെസ്സിങ് വരുന്നതിന് മുന്നേ ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുപോലെ പഴയ പാറ്റേണിൽ നിന്നുള്ള മോചനവും ഇവിടെ കാണിക്കുന്നുണ്ട്. പഴയ കുറേ പാറ്റേൺ നിങ്ങൾ റിലീസ് ചെയ്യാനുണ്ട്. ആ റിലീസിങ് സംഭവിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. റീസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.